EDUTECH ചാനലിലേക്ക് സ്വാഗതം. ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണല്ലോ ഇന്ന്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂമിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. ഇത് മോസില്ല ഫയർഫോക്സോ ഗൂഗിൾ ക്രോമോ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെർച്ചിലെങ്ങാനും അല്ലെങ്കിൽ അഡ്രസ് ബാറിലോ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അഡ്രസ് ബാറിലാണെങ്കിൽ classroom.google ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ക്ലാസ് റൂം ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം classroom.google. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലാസ് റൂമിലേക്കാണ് കിടക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങളുടെ മെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൻ്റെ ഹോം പേജിലാണ് നിങ്ങളുള്ളതെങ്കിൽ ഇവിടെയുള്ള ഡോട്ട്സ്, ഈ ഒരു ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്കായിട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ക്ലാസ് റൂമിൻ്റെ ഐക്കൺ കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താലും ഗൂഗിൾ ക്ലാസ് റൂമാണ് ഓപ്പണായി വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഹോം പേജ് ഉണ്ടാവുക. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോം പേജിൽ ഇതിന് മുകളിലായിട്ട് കാണാം ഒരു പ്ലസ് മാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്ന പ്ലസ് മാർക്കിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ക്രിയേറ്റ് ക്ലാസ് ഉണ്ട്. ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞത്. ക്രിയേറ്റ് ക്ലാസ് നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ക്ലാസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു ക്ലാസ് കോഡ് ഉണ്ടാവും. ഞാനിനി അത് കാണിച്ചു തരാം. നമ്മൾ ക്ലാസ് തയ്യാറാക്കുമ്പോൾ ഒരു ക്ലാസ് കോഡ് ഉണ്ടാവും. ആ ക്ലാസ് കോഡ് നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾ ആ ക്ലാസ് കോഡ് അടിച്ചാൽ അവർക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്ലാസ് കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞത്. ഇനി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ക്രിയേറ്റ് ക്ലാസ് എന്ന് പറഞ്ഞത്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് വായിച്ച് നോക്കിയതിന് ശേഷം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു ക്ലാസ്സിൻ്റെ പേര്, സെക്ഷൻ ഇങ്ങനെയുള്ളതാണ്. ഇതിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് ക്ലാസ് നെയിം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുകയാണ്. ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് 10th ആണ്. അപ്പോൾ 10th എന്ന് കൊടുത്തു. ഇത് നിർബന്ധമായിട്ടും കൊടുക്കണം. ബാക്കിയുള്ളത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷണലാണ്. ഇവിടെ സെക്ഷൻ എന്നുള്ളിടത്ത് ഞാൻ B ടൈപ്പ് ചെയ്യുന്നു. ഇനി സബ്ജക്റ്റ്, നിങ്ങൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഉള്ള ക്ലാസ്സാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ IT എന്ന് കൊടുക്കുകയാണ്. ഇനി റൂമും ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാമെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ 105 എന്ന് കൊടുത്തു, ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്ലാസ് കോഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഈ ഒരു ക്ലാസ് 10th B എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കോഡാണ് ഈ തന്നിരിക്കുന്നത്. നമുക്കിത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തന്ന ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ജോയിൻ അടിച്ചാൽ അവർക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ, നമുക്കിതിൻ്റെ തീമൊക്കെ ഒന്ന് മാറ്റണം. ഇതിൻ്റെ മോഡൽ ഇങ്ങനെയല്ല വേണ്ടത്. നമുക്കിതിൻ്റെ തീമൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ തീം, സെലക്ട് തീം അല്ലെങ്കിൽ അപ്ലോഡ് ഫോട്ടോ, നിങ്ങളുടെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് തീം ആണെങ്കിൽ സെലക്ട് തീം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഏതാണോ തീം വേണ്ടത് അത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സെലക്ട് ക്ലാസ് തീം എന്ന് കൊടുത്താൽ ആ ഒരു കളറിലായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും നമുക്ക് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലായിട്ട് ക്ലാസ് വർക്ക്, പീപ്പിൾ, മാർക്സ് എന്ന് കാണാം. അതിൽ പീപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്.
അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടീച്ചേഴ്സ്, ഒരു സ്റ്റുഡൻസ്. ഇപ്പോൾ 10th B ക്ലാസ്സിൽ പല സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഈ ഒരു ഐക്കണിൽ നമ്മൾ പ്രസ് ചെയ്താൽ ആ ടീച്ചേഴ്സിന് ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അവരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും നമുക്ക് ഇമെയിൽ അഡ്രസ്സ് അറിയുമെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇവിടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ പ്രസ് ചെയ്യാണ്. ഒരു കുട്ടിയുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഇമെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെയുള്ള ഇൻവൈറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്കറിയുന്ന കുട്ടികളിലൊക്കെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അവരെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിലും എളുപ്പമുള്ള മാർഗ്ഗം, ഇതിപ്പോൾ എല്ലാ കുട്ടികളുടെയും ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതിലും എളുപ്പമുള്ള മാർഗ്ഗം ആദ്യം കാണിച്ചു തന്നതാണ്. കുട്ടികൾക്ക് ഈ ക്ലാസ് റൂമിൻ്റെ കോഡ് കൊടുത്തിട്ട് കുട്ടികളോട് ജോയിൻ ക്ലാസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ പറയുന്നതാണ് ഏറ്റവും എളുപ്പമായ രീതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സിനും ക്ലാസ് കോഡ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അവരെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ 2-3 കുട്ടികളെ ഇതിൻ്റെ അകത്ത് 2 കുട്ടികളെ ആഡ് ചെയ്തു. അതിലൊരു കുട്ടി ഞാൻ കൊടുത്ത ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരും. മറ്റേത് ഇൻവൈറ്റഡ് എന്നാണ് കാണിക്കുക. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് വർക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് കൊടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീണ്ടും സ്ട്രീമിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ, വീഡിയോസോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ സ്ലൈഡുകളോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ സ്ട്രീം എന്ന് പറഞ്ഞ പേജിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കാണാം ഇങ്ങനെ ഷെയർ സംതിങ് വിത്ത് യുവർ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലാസ് 10th B വന്നിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. അതല്ല, ഈ ഒരു കുട്ടിക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമായിട്ട് നമുക്ക് ടിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കണമെങ്കിൽ ഓൾ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്ന ഒരു IT-യുടെ തിയറി നോട്ട്സാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ IT തിയറി നോട്ട്സ് എന്നുള്ളൊരു PDF ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു. IT തിയറി നോട്ട്സ് കൊടുത്തു. താഴേക്ക് ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ അറ്റാച്ച് ചെയ്യുന്നൊരു ഫയലിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ്, നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയലാണെങ്കിൽ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓപ്ഷൻ ഗൂഗിൾ ഡ്രൈവ് എടുക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു ലിങ്ക്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ അങ്ങനെ എന്തിലേക്കുമുള്ള ഒരു ലിങ്ക് ആണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഫയലാണ്, നമ്മൾ എന്തെങ്കിലും PDF-ഓ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ URL കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ഫയൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ ഒരു ഫയൽ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ തുറന്നു വെച്ചിട്ട് ജസ്റ്റ് ആ ഫയൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത് ഹോമിൽ ഡെസ്ക്ടോപ്പിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഫയൽസാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. IT ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്ന ഒരു PDF ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ PDF ഞാൻ സെലക്ട് ചെയ്യാണ്, ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ അതിനെ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അപ്ലോഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കൊടുക്കണമെങ്കിൽ, അത് കുട്ടികൾക്ക് എത്തിക്കണമെങ്കിൽ, അവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് എന്ന് കൊടുത്താൽ അതപ്പം തന്നെ കുട്ടികൾക്ക് സെൻഡ് ആവും. ഓക്കെ, അങ്ങനെ ഒന്ന് നമ്മൾ കൊടുത്തു. ഇനി ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുത്ത കൊടുക്കുകയാണ്. IT SLC വീഡിയോ എന്ന് കൊടുക്കുകയാണ്. അവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ യൂട്യൂബ് എന്നുള്ള ലിങ്കാണ് എടുക്കുന്നത്. യൂട്യൂബ് കൊടുക്കുകയാണ്. ഇവിടെ URL നിങ്ങൾക്ക് ആ വീഡിയോയുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അറിയെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്താണ്
എന്നുള്ളത് നമ്മൾ കൊടുക്കുക. SLC IT എന്ന് കൊടുത്തു. സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ ബോർഡർ കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്. അങ്ങനെ നമുക്ക് എന്ത് ഫയലാണോ എന്താണോ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കത് കാണാം. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമോ അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ക്ലാസ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പേജ് ഉണ്ടാവുക. ഇവിടെ പിന്നെ അസൈൻമെൻറ്റ് കൊടുക്കാം, ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഈ പ്ലസ് മാർക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം അസൈൻമെൻറ്റ്, ക്വിസ് അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് അതിന് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത്, മെറ്റീരിയൽ, അതുപോലെ തന്നെ റീയൂസ് പോസ്റ്റ്, ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇതാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് അസൈൻമെൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അസൈൻമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പം ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇത്ര ഇതിൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പം ഇതൊരു എക്സാം ആണെങ്കിൽ എൻ്റെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഓൺലൈനായിട്ട് എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇത്ര ടൈം ഇത്ര മാർക്ക് എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇത് കൊടുക്കണം നിർബന്ധയിൽ ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആഡ്, ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഒരു PDF ഫയലാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ആ ഫയൽ ഉള്ളത്? ഗൂഗിൾ ഡ്രൈവിലാണോ, ലിങ്കാണോ, യൂട്യൂബാണോ, ഏതാണ്? ഞാനൊരു ഫയലാണ്. അപ്പോൾ ഫയൽ സെലക്ട് ചെയ്തു, ഞാൻ അപ്ലോഡ് ചെയ്യാണ്. സെലക്ട് ഫയൽസ് ഫ്രോം യുവർ ഡിവൈസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു കെമിസ്ട്രിയുടെ പേപ്പർ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്ലോഡ് കാണിക്കുന്നു. ഇനി അതിൽ വേറെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതും ഏത് ക്ലാസ്സിനാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഏതൊക്കെ കുട്ടികൾക്കാണ്, നമുക്ക് ചിലപ്പം A+ കുട്ടികൾക്ക് വേണ്ടി വേറെ തന്നെ, അല്ലെങ്കിൽ പിന്നെ വേറെ മോഡൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ടിക്ക് ചെയ്യുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പോയിൻ്റ്, ഇതിന് എത്രയിലാണ് മാർക്ക്, ഇപ്പോൾ 10-ലാണെന്നുള്ളത് നമുക്ക് 10 കൊടുക്കാം, അല്ലെ അൺമാർക്ക്ഡ് ആണെങ്കിൽ അൺമാർക്ക്ഡ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്, എന്നാണ് ഇത് തീർക്കേണ്ടത്. ഇപ്പോൾ അസൈൻമെൻറ്റൊക്കെ കൊടുത്താൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ടൈമും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സമയത്തിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അതേപോലെ ടോപ്പിക്കിന് എന്തെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. റൂബ്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു വേറെ തന്നെ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്ത് കാണിച്ചു തരാം. റൂബ്രിക് എന്ന് പറയുന്നത് കുറേ കോളംസ് വെച്ചിട്ട് നമ്മൾ 4 മാർക്ക് 3 മാർക്കൊക്കെ എങ്ങനെയാണ് കൊടുക്കുക, ഇന്ന കണ്ടൻസ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ 4 മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും റൂബ്രിക് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ഓപ്ഷനാണ് ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നമുക്ക് ഇപ്പം തന്നെ ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ സ്ലൈഡോ തയ്യാറാക്കിയിട്ട്, ഫോംസോ അല്ലെങ്കിൽ ഷീറ്റോ, ഇവയൊക്കെ ഗൂഗിളിൻ്റെ ഷീറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസൈൻ എന്ന് കൊടുത്താൽ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി അതേപോലെ തന്നെ വരുന്ന ഒന്നാണ് ക്വിസ് അസൈൻമെൻറ്റ് എന്നുള്ളത്. ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ടൈറ്റിൽ, ഏതിനെക്കുറിച്ചുള്ള ക്വിസാണെന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഇതും ഇതേപോലെ തന്നെ ആഡ് എന്നുള്ള ഓപ്ഷനിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചൊരു PDF ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് ഒരു ക്വിസ് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തു, ഓപ്ഷന് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ കൊടുക്കേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്താണോ ഉള്ളത്, അതൊക്കെ കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോവാണ്. അടുത്ത വരുന്നത് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മെറ്റീരിയൽ, ഇവയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെയുള്ളൊരു ഓപ്ഷനാണ് മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ മെറ്റീരിയൽ നമുക്ക് കുട്ടികൾക്ക് നൽകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇത് ഷോർട്ട് ആൻസർ ആണോ മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കൊരു PDF കൊടുക്കാം. അങ്ങനെ പിന്നെ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷനിലൂടെ അത് ചെയ്യാവുന്നതാണ്. അതുപോലെ മെറ്റീരിയൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് PDF ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട ക്ലാസ് വർക്കുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് മാർക്ക് കൊടുക്കുന്നത്. ഇപ്പം ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത് ഇവിടേക്ക് അപ്ലോഡ് ആവും. ആ കുട്ടികൾക്ക് എത്രയിലാണ്, ഇപ്പം കെമിസ്ട്രിയുടെ എക്സാമിൽ എത്ര 10ലാണ്, അപ്പോൾ എത്ര മാർക്കാണ് നൽകിയെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ വേറെ വീഡിയോസ് ഓരോന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കൂടുതലായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.